ലോകമെമ്പാടും ITV ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭയിൽ തലയുയർത്തി മന്ദസ്മിതം തോങ്ങി അദ്ദേഹം ഇരിക്കുകയാണ്. കേക്കച്ചൻ തലയും താഴ്ത്തി നാണം കെട്ടി ഇനി ഈ ഭൂമി ഒന്ന് പൊട്ടിപ്പിളർന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാണം കെട്ട ഒതുക്കീസൻ കേക്കച്ചൻ ഇപ്പോൾ നിയമസഭയിൽ നാണം കെട്ട് തലയും കുമ്പിട്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒതുക്കാൻ നോക്കിയ, നശിപ്പിക്കാൻ നോക്കിയ, പെണ്ണുകേസിൽ കുടുക്കി തീർക്കാൻ നോക്കിയ സംഘടിത ആക്രമണത്തിലൂടെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിൽ സംഘടിതമായി സ്വന്തം പാർട്ടിയിലെ അസൂയ മൂത്തവരും ശത്രുപാളയത്തിലുള്ളവരും സകലരും ഒന്ന് ചേർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു യുവനേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ സകല മാധ്യമങ്ങളും മാനിഷാദ എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഇവിടുത്തെ ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങളും ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ ഭാഗമായി കേക്കച്ചന്റെ കള്ളപ്പണത്തിന്റെ അംശം പറ്റി ഇവന്മാരും ഈ നാണംകെട്ട പണിക്ക് കൂട്ടുനിന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ പലതും വെറും മാധ്യമവേശികൾ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഏറ്റവും ഒരു നാണംകെട്ട മുഹൂർത്തത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. പക്ഷേ സത്യത്തെ കുഴിച്ചു മൂടുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ, സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇതാ സത്യം വിജയിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെ, സത്യം വിജയിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളുടെ അറിയാം, മിഷൻ 60യുടെ 20ാം ദിനത്തിൽ തന്നെ ആദ്യ വിജയം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. സകലരും ഒന്നടങ്കം ഒരു ഭരണകൂടവും സ്വന്തം പാർട്ടിയും മാധ്യമങ്ങളും കൂടെ നിന്നവരും ഉറ്റവരും എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ആ കരുത്തുറ്റ യുവനേതാവിനെ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ITV ന്യൂസിലൂടെ ഈ സത്യം മനസ്സിലാക്കിയ ലോകമെമ്പാടും ആ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന അമ്മമാരും സഹോദരങ്ങളും കൂടപ്പുറപ്പുകളുടെയും പ്രാർത്ഥനയും അവരുടെ ആ ഒരു കൂട്ടായ യജ്ഞത്തിന്റെ ഒരു വിജയമാണ്. ഇവർ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചാൽ പോലും സത്യത്തെ കുഴിച്ചു മൂടുവാൻ സാധ്യമല്ല എന്ന ആ പച്ചപരമാർത്ഥം നമുക്ക് ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വിജയമായിരുന്നു നമുക്ക് ഇന്നത് സമ്മാനിച്ചത്. ഇന്ന് 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരില്ല എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന രാഹുലിനെ സകല സമ്മർദ്ദം ഒന്നോർക്ക് എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് ഇവർ ചെലുത്തുന്നത് ഓർക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മഹത്യ ചെയ്യുകയല്ല, അവൻ ചങ്ക് പൊട്ടി ചാകാൻ പറ്റുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് പല സ്ഥലത്തു നിന്നും ഇവന്മാർ ഉണ്ടാക്കിയത്. പക്ഷേ അതൊന്നും വകവെക്കാതെ ഇന്ന് പുലർച്ചെ രാഹുൽ എങ്ങും മാറി നിന്നിരുന്നില്ല. ഒളിച്ചെവിടെങ്കിലും നിന്ന് പമ്മി തലേദിവസം കോമ്പൗണ്ടിൽ, നിയമസഭയുടെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അവിടുത്തെ ബാത്റൂമിലോ പോയി ഒളിച്ചിരുന്ന് പമ്മി കള്ളനെ പോലല്ല കയറി വന്നത്. ഇന്ന് പുലർച്ചെ കുളിച്ചൊരുങ്ങി അദ്ദേഹം തന്റെ അമ്മയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം ഒരു വണ്ടിയിൽ ഇവിടെ വന്നു. ഈ വരുന്ന യാത്രാമധ്യേ അറിയാം, ഈ കാട്ടുകള്ളന്മാരുടെ മരം കൊള്ളക്കാരന്മാർ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ വീടിന് വെളിയിൽ തമ്പടിച്ച് കിടക്കുകയാണ്. ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്, രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി ഈ നാണം കെട്ടവന്മാർ പേപ്പട്ടി പോലെ ഈ പേപ്പട്ടി കൂട്ടങ്ങൾ ഇവനെ കാത്തു കിടക്കുമ്പോഴും ആ പേപ്പട്ടി കൂട്ടങ്ങളുടെ നടുവിലൂടെ നെഞ്ചു വിരിച്ചിതാ വന്നു. 9:20 നിയമസഭയിൽ അദ്ദേഹം എത്തി. 9 കേക്കച്ചൻ നെടുവീർപ്പിട്ടു. ദൈവമേ, അവൻ വന്നില്ലല്ലോ എന്നോർത്ത് ആശ്വസിച്ചു. അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ എഴുന്നേറ്റപ്പോൾ അതാ നെഞ്ചു വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു വരുന്നു. അതോടുകൂടി ഇവന്റെ മുഖത്തെ രക്തം വാർന്നുപോയി, കണ്ടമിടറി. ഇതാ നാണം കെട്ടിപ്പോൾ കുനിഞ്ഞ് എന്റെ പണിയെല്ലാം പാളിയല്ലോ ദൈവമേ എന്നോർത്ത് തലയും കുമ്പിച്ചിതാ കേക്കച്ചൻ, ഒതുക്കീസൻ, പണീസൻ നാണം കെട്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സ്നേഹികളായ അമ്മമാർ ഇവന്റെ കരണത്തിനിട്ട് ആദ്യത്തെ ആടി പറ്റിച്ചിരിക്കുകയാണ്. ഇതിൽ പരം സന്തോഷിക്കുവാൻ മറ്റൊരു സമയം ഇനിയും കിട്ടില്ല. പ്രേക്ഷകരെ, നിങ്ങൾ സന്തോഷിക്കുക, ആനന്ദിക്കുക. ഇത് നമ്മുടെ വിജയമാണ്. അതുപോലെ ഇവന്മാർ പറഞ്ഞു വരുത്തിയത്, ഇവന്മാരുടെ ഈ നാണം കെട്ട സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വരുത്തുന്നത് രാഹുൽ ഒറ്റയ്ക്ക് ഒരു ബ്ലോക്കായി ഇരിക്കുന്നു എന്നാണ്. രാഹുൽ ഒറ്റയ്ക്ക് ഒരു ബ്ലോക്ക്. ഈ നാണം കെട്ടവന്മാരുടെ, ഈ വൃത്തികെട്ടവന്മാരുടെ സ്വന്തം കൂടപ്പുറപ്പിനെ തിരിച്ചറിയാൻ വയ്യാത്ത, സ്വന്തം കൂടപ്പുറപ്പിനെ ഈ പാർട്ടിക്ക് ഇന്നൊരു അഡ്രസ് ഉണ്ടാക്കിയ ആ യുവനേതാവിനെ അവന്റെ രക്തം കൊണ്ട് മുഖം കഴുകിയിട്ടിരിക്കുന്ന ഈ നാണം കെട്ടവന്മാരുടെ കൂടെ രാഹുൽ ഇരിക്കാതിരിക്കുന്നതായിരുന്നു അന്തസ്. അതൊരു പക്ഷേ ദൈവത്തിന്റെ ഒരു തീരുമാനമാകാം. ഈ വൃത്തികെട്ടവന്മാരുടെ ഇടയിൽ നിന്നും, ഈ ചതീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും, ഈ ഒതുക്കീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും, ഈ കേക്കച്ചന്മാരുടെ കൂട്ടത്തിൽ നിന്നും, ഈ കൂട്ടിക്കുടുപ്പുകാരുടെ കയ്യിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ
ഒറ്റയാനായി സിംഹം കൂട്ടമായി അല്ല വരുന്നത്, സിംഹം ഒറ്റയ്ക്കാണ് വരുന്നത്. സിംഹത്തെ പോലെ നെഞ്ചുയർത്തി തല ഉയർത്തി ഇതാ ഒരു ഒറ്റയാനായി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ വൃത്തികെട്ടവന്മാരുടെ കൂടെ, സിംഹത്തിന്റെ കൂടെ ഒരിക്കലും പേപ്പട്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. കുടിച്ചിപ്പട്ടികൾ സിംഹത്തിന്റെ അടുത്തിരിക്കത്തില്ല, കുറുക്കന്മാർ സിംഹത്തിന്റെ അടുത്തിരിക്കത്തില്ല. അത് ഭയപ്പെട്ട് പല സ്വരങ്ങളും സിംഹം വരുമ്പോൾ ഇവന്മാർ പലതരത്തിലുള്ള കുടില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ എന്നിട്ട് ഇവന്മാർ ആശ്വസിക്കും, സിംഹം ഭയപ്പെട്ടു എന്ന്. സിംഹം ഇതാ തല ഉയർത്തി ഇതാ ഒറ്റയ്ക്കിരിക്കുന്നു സഭയിൽ. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മണ്ടന്മാർക്ക് കാണാൻ വയ്യാത്ത ഒരു കാഴ്ച നമുക്ക് ആ സഭയിൽ കാണാം. കാരണം കോടിക്കണക്കിനുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ സത്യത്തെ സ്നേഹിക്കുന്ന അമ്മമാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ആ പിൻബലത്തോടെയാണ് രാഹുൽ ഇന്ന് സഭയിലിരിക്കുന്നത്. നാണം കെട്ടവന്മാരെ, ഒറ്റപ്പെട്ടു പോയത് നീയൊക്കെയാണ്. നിനക്ക് ചുറ്റും നീയൊക്കെ സൈക്കോളജിക്കൽ ബാരിയർ, നിന്റെയൊക്കെ ചുറ്റും നീയൊക്കെ അയൺ കർട്ടൻ ഇട്ട് സ്വയം കുഴിച്ച കുഴിയിൽ, സ്വയം കുഴിച്ച അമേദ്യ കുഴിയിൽ നീയൊക്കെ വീണ് കിടക്കുകയാണ്. കൂട്ടം കൂട്ടമായി വീണ് കിടക്കുന്ന കാഴ്ച ഈ ജനങ്ങൾ i2 ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാണം കെട്ടവന്മാരെ, ഒറ്റപ്പെട്ടു പോയത് നീയൊക്കെയാണ്. കുടിലബുദ്ധിക്കാരായ സ്വന്തം സ്നേഹിതനെ, സ്വന്തം കൂടപ്പുറപ്പിനെ ആവശ്യ സമയത്ത് മിണ്ടാതിരുന്ന നാണം കെട്ടവന്മാരെ, കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കന്മാരെ, അപ്പം ചത്താൽ ആ കട്ടിലേ കയറി കിടക്കാമെന്ന് ആഗ്രഹിച്ച മോമാരെ, രാഹുലിന്റെ പുറകിൽ നിന്ന് കുത്തിയ കട്ടപ്പ, നാണം കെട്ടവനെ, കൂടെ നിന്ന് കാലുവാരിയവനെ, രാഹുൽ ഇപ്പോൾ തീർന്നുപോയി ആ കസേരയിൽ കയറി അങ്ങ് വാഴാമെന്ന് കരുതിയ കട്ടപ്പയ, നാണം കെട്ടവന്മാരെ, സ്വന്തം രക്തത്തിന്റെ ചോര വീണ് കഴിഞ്ഞപ്പോൾ അത് നക്കിക്കുടിക്കുവാൻ ശ്രമിച്ച ചെന്നായ്ക്കളെ കാണടാ. ആണൊരുത്തൻ സിംഹത്തെ പോലെ തല ഉയർത്തി നിയമസഭയിൽ ഇരിക്കുന്നു. അവനൊപ്പം അവൻ ഒറ്റയ്ക്കല്ല. നാണം കെട്ട സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും നാണം കെട്ട നിന്റെയൊക്കെ വായ്ത്താരിയും വായ്ത്താളം വിടലും പോലെ അല്ലടാ. കോടിക്കണക്കിന് ജനങ്ങളുടെ പിൻബലത്തോടെ അദ്ദേഹം നിയമസഭയിൽ തല ഉയർത്തിയിരിക്കുകയാണ്. ഇതിന് ശേഷം നോക്കുക, ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ലേബലില്ലാതെ, ഒരുത്തന്റെയും, ഒരു ഹൈക്കൊണാണ്ടറിന്റെയും, ഒരു ലോ കൊണാണ്ടറുടെയും, പ്രതിപക്ഷ നേതാവിന്റെയും അരമനക്കുണ്ടന്മാരുടെയും ആശീർവാദവും അറ്റസ്റ്റേഷനും ഇല്ലാതെ എന്റെ പേര് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറഞ്ഞ് ഏത് ചിഹ്നമില്ലെങ്കിലും മത്സരിച്ചാൽ കേരളത്തിലുള്ള ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും പാട്ടും പാടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുവാൻ സാധ്യത ഉണ്ടാക്കി തന്ന തൊലീശ, പണീശ, കേക്കച്ച, ഒതുക്കീശ, ഊക്കച്ച, എടാ നിനക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രണാമം. കാരണം ഇതുപോലൊരു ബ്രാൻഡിനെ സ്വർണം ഉലയിൽ ഊതി അതിന്റെ ശോഭയേറ്റുന്നത് പോലെ കൂടുതൽ തിളക്കമേകിയ രാഹുൽ മാങ്കൂട്ടത്തിന്, കൂടുതൽ തിളക്കമേകിയ നാണം കെട്ടവനെ, നിനക്ക് ആദ്യത്തെ അടി കുറ്റിച്ചൂലിന് ജനങ്ങൾ ഇന്ന് 9:20 തന്നു. എന്നിട്ട് ഞങ്ങൾ നിന്നോടൊരു നന്ദിയും പറയുന്നു. നിന്റെ ആ അടി കൊണ്ട മുഖത്ത് നിന്റെ അമേദ്യം തൂത്തു കളഞ്ഞിട്ട് ഞങ്ങൾ നിനക്കൊരു ഷെയ്ക്കാൻഡും തരുന്നു. എന്തിനാണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ ശക്തനാക്കിയതിന്. രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കൂടുതൽ ഫയർ ബ്രാൻഡ് അല്ല, അതുക്കും മേലെ പൊസിഷൻ ചെയ്തതിന്. കേരളത്തിൽ എവിടെയും നിന്നാലും ജയിക്കാൻ പറ്റാവുന്ന തരത്തിൽ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നീയൊക്കെ സഭയിൽ നിന്നെടുത്ത് പറിച്ചു കളയാൻ നോക്കിയപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിഷ്ഠ നേടിയത് ഇവിടെയുള്ള ഓരോ സാധാരണക്കാരന്റെയും, ജനാധിപത്യ വിശ്വാസികളായ ഓരോ സാധാരണക്കാരന്റെയും, ഓരോ അമ്മമാരുടെയും, ഓരോ പെങ്ങന്മാരുടെയും, ഓരോ കുഞ്ഞുമക്കളുടെയും മനസ്സിലാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ മുഖം നീയൊക്കെ ഇംപ്രിന്റ് ചെയ്തത്, കൊത്തിവെച്ചത് എന്ന് നീയൊക്കെ മനസ്സിലാക്കുക. നാണം കെട്ടവന്മാരെ, ഇതൊക്കെ ഒരു പാഠമായിരിക്കണം. നിന്റെയൊക്കെ അല്പായുസുള്ള ഈ ജട്ടിക്കഥകൾക്ക്, നിന്റെയൊക്കെ ഇക്കിളിക്കഥകൾക്ക്, കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളൊക്കെ പല മഹാരഥന്മാരെയും, ഉമ്മൻചാണ്ടി അടക്കമുള്ള പല മഹാരഥന്മാരെയും ഇത്തരത്തിലുള്ള അടിപ്പാവടകൾ കൊണ്ടും അണ്ടർവെയറുകൾ കൊണ്ടും നീയൊക്കെ ഭരണം പിടിച്ചെടുക്കുകയും സർക്കാർ മറിച്ചിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനൊന്നും വില പോകത്തില്ല. കാരണം സത്യത്തിനു വേണ്ടി തുറന്നു പിടിച്ച കണ്ണുകളുമായി ഞങ്ങളുണ്ട്. ഞങ്ങളെ ശ്രമിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. നിന്റെയൊക്കെ സകല എന്തൊക്കെ തരത്തിലുള്ള കാട്ടുകള്ളന്മാരുടെ കണമുണ്ടെങ്കിലും, കള്ളപ്പണക്കാരന്മാരുടെ പണമുണ്ടെങ്കിലും, അഭിസാരകന്മാരെ നിർത്തി വയറും മറ്റ് ശരീരഭാഗങ്ങളും കാണിച്ച് വാർത്ത വായിച്ചാലും അതൊക്കെ കാണാൻ ഒരു പട്ടിയും കിട്ടത്തില്ല. നിന്നെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു കളയും. സത്യം പറയുന്ന i2 ന്യൂസിലൂടെ ശ്രമിച്ച ഈ 99% പ്രതികരണങ്ങൾക്കും മുഖമില്ലായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളെ തത്സമയം കാണിക്കുവാനുള്ള യഥാർത്ഥത്തിൽ സംവിധാനമില്ല. ഒരു സൈഡിൽ
സകലമാന സംവിധാനങ്ങളോടുകൂടിയും ഏറ്റവും അത്യാധുനിക ഫെസിലിറ്റികളോടെയും കാട്ടുകള്ളന്മാരും കള്ളപ്പണക്കാരന്മാരും ഉണ്ടാക്കിയ മാധ്യമ വ്യഭിചാരശാലകൾ, ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ, സർവ്വസുസജ്ജമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ഫാക്ടറികളും ഒരു സൈഡിൽ വെറും കല്ലും വടിയുമായി നിൽക്കുന്ന ഞങ്ങളും മാത്രമായിരുന്നു ഈ ഒരു യുദ്ധത്തിനുണ്ടായിരുന്നത്. എന്നാൽ ആ വെറും കല്ലുകൊണ്ടും വെറും കമ്പ് കൊണ്ടും ഇവനെയൊക്കെ എറിഞ്ഞു വീഴ്ത്തുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. കാരണം സത്യത്തെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് ഇവന്മാരുടെ ഈ ഗിമ്മിക്സോ, ഇവന്മാരുടെ ഈ AR XR മറ്റേ സംവിധാനങ്ങളോ, ഇവന്മാരുടെ ഈ സാധനങ്ങളോ ഒന്നും വേണ്ട. വാർത്ത വായിക്കുവാൻ എന്നെ പോലെയുള്ള സാധാരണക്കാരൻ മതി എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അവരുടെ വിവേചന ബുദ്ധി കൊണ്ട് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ പ്രതികരണങ്ങൾ അറിയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നും പ്രൊഫഷണലുകളല്ല, സാധാരണ വീട്ടമ്മമാർ. ഇതുവരെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ടില്ലാത്തവർ 99% മറ്റുള്ള അവരുടെ കുടുംബക്കാരുമായി, അവരുടെ വേണ്ടപ്പെട്ടവരുമായി ഈ മാത്രം സംസാരിക്കുകയും പുറം ലോകവുമായി കാര്യമായി യാതൊരു എക്സ്പോഷറും ഇല്ലാത്ത സാധാരണ അമ്മമാർ, തളർവാദ രോഗികൾ, അർബുദ രോഗികളടക്കം കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഞങ്ങളെ വിളിച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം നാവില്ലാത്തവന്റെ നാവായി മാറിയ ITV ന്യൂസിലൂടെ അവരുടെ സ്വരം പുറത്തു കേൾക്കും. അത് ഇത്തരം ബദിരകരണങ്ങളിൽ കേൾക്കും എന്ന് പ്രതീക്ഷയോടെയാണ് അവർ ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നും ഉറപ്പിച്ചു പറയുന്നത്, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ സംഘടിത ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വിജയം പ്രാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ജനങ്ങളുടെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശബ്ദമായി, നാവായി ഞാൻ പറയുന്നു, രാഹുലേ, നീ ഒറ്റയ്ക്കല്ല. ഇവിടെയുള്ള ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ നിന്റെ പിന്നിലുണ്ട്. നിയമസഭയിൽ നീ ഒറ്റയ്ക്കാണ്. ആൺകുട്ടിയായി, സിംഗമായി ഒറ്റയ്ക്കിരിക്കുക. ഒപ്പമുണ്ട് കേരളത്തിലുള്ള സകല ജനങ്ങളും. നീ ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് സകല ജനങ്ങളും എന്നൊരു ക്യാമ്പയിൻ നമ്മൾ ഇത് ആരംഭിക്കുകയാണ്. ഈ ദിവസം മിഷൻ 60യുടെ 20ാം ദിനം, ഈ ആദ്യ വിജയദിനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കുവാനുള്ള ആ സ്ലോഗൻ ഇതാണ്: രാഹുലേ, ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് കേരളം. രാഹുലേ, ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് കേരളം. ഇത് അതിശയോക്തി പറയുന്നതല്ല. ഇത് കേരളത്തിലുള്ള ഇതിപ്പോൾ എന്നെ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും ആ ഹൃദയത്തിന്റെ തുടിപ്പ്, കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ വിളിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ആ ശബ്ദം, കാരണം അതിലെ 90% കോളുകളും ഞാൻ തന്നെയാണ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചത്. അവരുടെ ആ ഹൃദയത്തിന്റെ തുടിപ്പ്, അവരുടെ ആ ഹൃദയത്തിന്റെ സന്തോഷം, അവരുടെ ആ പരമാനന്ദം, അവരുടെ ആ ഒരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ ബലത്തിലും ശക്തിയിലുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. അമ്മമാരുടെ പ്രാർത്ഥനകൾ വിഫലമായില്ല. അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, അവരുടെ ആ ചിന്തകൾ, അവരുടെ ആ ഒരു തോട്ട് ഫോഴ്സ്, ഇവരുടെ ചിന്താശേഷിക്കും എന്തിനേയും മാറ്റിമറിക്കുവാൻ, അതായത് മനുഷ്യന്റെ ചിന്തകൾക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ സാധിക്കും എന്നതിൻ്റെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഒരു ആക്ച്വൽ ഫോമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ, അവരുടെ മനസ്സിലെ ഒരു നീറുന്ന വേദനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ അതിനൊരു വലിയൊരു റിലീഫ്, അതിൻ്റെ ഒരു ആദ്യ ഘട്ടം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. അതൊരു വമ്പിച്ച വിജയം. ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നാണംകെട്ടവന്മാർക്കുള്ള ആദ്യത്തെ അടിയാണ്. പക്ഷേ നമുക്ക് മൈലുകൾ ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു. ഇതൊരു ആദ്യപടി മാത്രം. പക്ഷേ നമ്മൾ നനഞ്ഞിറങ്ങി ഇനി കുളിച്ചേ കയറുകയുള്ളൂ. ഈ പറയുന്ന നാണംകെട്ടവന്റെ, ഈ കേക്കച്ചന്റെ, അവന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത അവനിനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കത്തില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതണം. കാരണം ഇവിടെ ജുഡീഷ്യറിയായി മാറേണ്ടുന്നത്, ഇവിടെ ന്യായം വിധിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. കാരണം ജനകീയ കോടതിയിൽ, മനസാക്ഷിയുടെ കോടതിയിൽ ഒരിക്കലും മാപ്പർഹിക്കാത്ത തരത്തിലുള്ള തെറ്റുകളാണ് ഈ നാണംകെട്ടവൻ ചെയ്തത്. മനസാക്ഷിയുടെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ദയവും അർഹിക്കാത്ത തെറ്റാണ് ഇദ്ദേഹം ചെയ്തത്. എന്താണ് തെറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് പലരും ഓർക്കും ഈ VD സതീശൻ എന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി എന്തോ വലിയ വിദ്വേഷമുണ്ട്, ഇത് VD സതീശനെ തീർക്കുവാനുള്ള എന്തോ ഒരു അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് എന്ന്. ഒരിക്കലുമല്ല. VD സതീശനോട് നമുക്ക് ഒരു വൈരാഗ്യം തോന്നിട്ടുന്ന, അദ്ദേഹത്തെ ഒരു ശത്രു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്കറിയാം, ഇദ്ദേഹം നല്ലത് ചെയ്തപ്പോൾ ITV ന്യൂസ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് PV അൻവർ എന്ന നരാധമനെ
അദ്ദേഹത്തെ കൂടെ കൂട്ടാതിരുന്നു കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾ നിലപാടെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ യുവനേതാക്കന്മാരെ ഒന്നിച്ചു നിർത്തി അവർക്ക് വേണ്ടതെന്ന് സ്വാതന്ത്ര്യം കൊടുത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരെ മുന്നിട്ടിറക്കി ആ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു പങ്കാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹത്തെ നമ്മൾ മുക്തകണ്ഠം അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കുക, തുടക്കം മുതൽ ഫ്രം ദ ഡേ വൺ ഓൺവേർഡ്സ് ഇയാളാണ് തെറ്റുകാരൻ എന്ന് ഈ സാമാന്യ ബോധമുള്ള വലിയ ഷെർലക് ഹോംസിന്റെ ബുദ്ധിയോ വലിയ ഒരു കുശാഗ്ര ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ആർക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കാര്യമായ പൊളിറ്റിക്കൽ ലിറ്ററസി ഇല്ലാത്ത ആളുകൾ പോലും ഇവനൊരു കുറുക്കനാണ് എന്ന് തിരിച്ചറിയുവാൻ കാരണം സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ അത്രമാത്രം ഇയാൾ അമിതാവേശം കാണിച്ചു ഈ ഒരു വിഷയത്തിൽ. കാരണം നിങ്ങൾ ഓർക്കുക, ഒരു യുവതി പെട്ടെന്ന് ഒരു പരാതിയുമായി വരുന്നു, ഒരു നടി എന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്ത് അവളെ കൊണ്ട് ഈ കാട്ടുകള്ളന്മാരുടെ ചാനലിലൂടെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇവരിത് കൊടുക്കുന്നു. അത് വന്ന ഉടൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു. ഇദ്ദേഹം സ്ത്രീകളുടെ സംരക്ഷകൻ എന്നുള്ള ആ പരിവേഷം എടുത്ത് അണിയാൻ ശ്രമിക്കുന്നു. ഒരു പരാതി ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് ഇത്രയും ഉള്ളൂ. പരാതിക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, FIR ഇടട്ടെ, കോടതി പരിശോധിക്കട്ടെ. തെറ്റുകാരനെങ്കിൽ അന്നേരം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നടക്കം സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്ത് കളയുമെന്ന് പറയേണ്ടിരുന്ന ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി, ശത്രുതാ മനോഭാവത്തോടുകൂടി തുടക്കം മുതൽ തന്നെ ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇദ്ദേഹം പ്രതിപക്ഷത്തിന് പോലും, ഇപ്പോൾ LDFന് പോലും, BJPക്ക് പോലും, മറ്റുള്ള ശത്രുക്കൾക്ക് പോലും ഇതിൽ കഴമ്പില്ല, ഇത് നിൽക്കത്തില്ല, നാണം കെടുമെന്ന് തോന്നിയപ്പോൾ പോലും ഇയാൾ അമിതാവേശത്തോടെ, നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസം ഇവർക്ക് മനസ്സിലായി ക്രൈംബ്രാഞ്ച് പത്തിമടക്കി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള നിയമോപദേശം ലഭിക്കൂ. കാരണം തെളിവുകളില്ലാത്ത ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നോട്ട് പോയപ്പോൾ പോലും ഈ നാണം കെട്ടവൻ വീണ്ടും വന്ന് പറയുകയാണ് എല്ലാ ദിവസങ്ങളും. എന്നിട്ട് ഈ വിഷയം വീണ്ടും ആളിക്കത്തിക്കുവാൻ ഇദ്ദേഹത്തിന്റെ ഈ കേക്കച്ചന്റെ പങ്കാളികളായ ഈ മരമുറി ചാനലിലൂടെയും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയും അതുപോലെ ഇവരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെയും ആ ആരോപണം ഉന്നയിച്ച യാതൊരു തെളിവും അടിസ്ഥാനവും ഇല്ലാതെ ആ ഒരു മാനസിക രോഗിയായ ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്ന് വീണ്ടും അവളെ മുന്നിൽ നിർത്തി ഇത് ഞാൻ പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ ഇവനെ ഭീതിപ്പെടുത്താനുള്ള രീതിയിൽ അവളെ ഇറക്കുന്നു. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നു. വീണ്ടും പറയുന്നു ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാകും, പ്രതിപക്ഷത്തിന് സഭയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവന്മാരവിടെ ഒലത്തുകയായിരുന്നു. ഈ 10 കൊല്ലം ഇരുന്ന് ഇവന്മാരിവിടെ മറിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി ഈ അവസാനം ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഈ കേരളത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവൻ പ്രതീക്ഷിച്ചും ഇല്ലെങ്കിലും കൃത്യമായും അവരുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ നാണം കെട്ടവൻ സഭയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവന് ഈ നട്ടലില്ലാത്തവന്, ഈ ഉറപ്പില്ലാത്തവൻ കുറച്ച് എന്തെങ്കിലും ചുമ്മാ സഭാ TV ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആളുകൾ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറെ പോടത്തരം വിളിച്ചു പറയും, ചാപ്പാടടിക്കും. പിണറായിയുടെ അടുത്ത് പോയി പിണറായിയുടെ ഇലയും കൂടെ മേടിച്ച് ഇവൻ നക്കി തിന്നിട്ട് ഇവന്റെ നിലപാട് നമ്മൾ കണ്ടല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി ഇടിച്ച് അവന്റെ കൂമ്പ് വാട്ടുന്ന ദൃശ്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാണം കെട്ട കേക്കച്ചൻ പോയി പിണറായിയുടെ ഇലയെന്നൊക്കെ തിന്ന് പിണറായിയുടെ 5 വിരലും അവൻ ഈമ്പുകാരുന്നു. എന്നിട്ടാണ് അവൻ പറയുന്നത് അവന്റെ നിലപാടെന്ന്. ഈ നിലപാടില്ലാത്തവൻ, ഈ 10 കൊല്ലവും കുനിഞ്ഞു നിന്ന് കൊടുത്തവൻ ഇനി ഈ വരുന്ന ഈ 12 ദിവസം എന്തോ ചെയ്യാനാ? ഇവൻ കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ 12-ാം ദിനം, ഈ 12 ദിവസം നിയമസഭ സമ്മേളിക്കുമ്പോൾ രാഹുൽ അവിടെ ഉണ്ടാവും. നാണം കെട്ടവനെ, ഇത് നിനക്കുള്ള ആദ്യത്തെ അടിയാണ്. വീണ്ടും ഈ സമയത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, രാഹുലെ നീ ഒറ്റയ്ക്കല്ല, കേരളം ഒപ്പമുണ്ട്, ഒറ്റയ്ക്കല്ല. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മാർട്ടിൻ. ഓസ്ട്രേലിയയിലെ അഡലേഡ് എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. രാഹുൽ നിയമസഭയിൽ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന പഠന പ്രൊഡക്ഷൻ, അതായത് മാത്യു കുഴൽനാടൻ പിന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് നിയമസഭയിൽ എത്തിയപ്പോൾ മാത്യു കുഴൽനാടനോട് സപ്പോർട്ടും കൊടുക്കാതെ ഇരുന്ന പ്രതിപക്ഷ നേതാവും അന്നേരം തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് തെളിവുകളില്ല, ഞങ്ങൾക്ക് പ്രവാസികളാണ്, ഞങ്ങളിതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഈ രീതിയിൽ പോകുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഷാഫി പറമ്പില്, അല്ലെങ്കിൽ പിന്നെ വിഷ്ണുനാഥ്, OGM ജോണ്, ചാണ്ടി ഉമ്മന്,
ഒരു ഈ നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് അവർക്ക് കണ്ടപ്പോൾ അവർക്ക് തന്നെ തോന്നി അവരുടെ പിരിവിട്ട് പോകുന്നു. അതുകൊണ്ടായിരിക്കണം അവരിപ്പോ ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് പറയുന്നത്. തെളിവില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കാൻ ഇപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റില്ല. എനിക്കും എവിടെ നിന്ന് വേണം, ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റും. അത് പക്ഷേ ലീഗലായിട്ട് നമ്മൾ കേസ് കൊടുക്കുമ്പോഴും FIR ഇടുമ്പോഴാണല്ലോ അത് ശരിക്കും ഒരു കേസാകുന്നതും ഒരു ആരോപണം അല്ല ഒരു പരാതിയാകുന്നതും. ആരോപണം ആർക്കും ഈ മലയാളികളെ സംബന്ധിച്ച് ആരോപണം പറയാനായിട്ട് ഏറ്റവും മടിയില്ലാത്ത കൂട്ടരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെക്കുറിച്ചും മോശം പറയാനായിട്ട് നല്ലത് പറയുന്ന മലയാളികൾ വളരെ കുറവായിരിക്കും. ഉയരങ്ങളിലിരിക്കുന്ന അതായത് ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് മോശം പറയാനായിരിക്കും ഇരിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്ങോട്ടത്തിനെ എനിക്ക് പുള്ളിയുടെ വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല, ന്യായീകരിക്കുന്നില്ല. അത് ചെയ്ത് കാണുമായിരിക്കും. പുള്ളിയുടെ പ്രായവും ഇതിനെക്കുറിച്ച് നമുക്കും അറിയത്തില്ല അങ്ങനെയൊന്നും. പക്ഷെ വ്യക്തിപരമായിട്ട് ആരും പരാതി കൊടുക്കാത്തടത്തോളം കാലം അങ്ങനെ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ ജനങ്ങളെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ഒരു പരാതി വേണമല്ലോ എന്തിനേലും. എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആ പരാതി എവിഡൻസിലൂടെ കൊടുക്കണമെന്നുള്ളതാണ് ഞാനും പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന്. ഇത് ചുമ്മാ രാഷ്ട്രീയ വേദികളാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനൊന്നും ഞാൻ അങ്ങനെ ഇതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ എന്തൊക്കെയോ ഇതിനകത്ത് നടക്കുമെന്ന് എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളെ പോലുള്ള അടിയുറച്ച എന്റെയൊക്കെ ഞാനൊക്കെ തിരിച്ചാക്കോടെ കാലം തൊട്ട് എന്റെ വല്യപ്പനും വല്യപ്പം അപ്പന്മാരും സൈഡും കോൺഗ്രസ്സുകാരാണ്. നമുക്കതിനകത്ത് മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ആ വിഷമം ഇതെല്ലാം അന്ന് തൊട്ട് തിരിച്ചാക്കോയ്ക്ക് പോലും ഈ തെളിവിഷയമാണ് അന്നും ഉണ്ടായത്. ഇതൊരു ഭയങ്കര ഒരു വലിയൊരു ട്രാപ്പാണ് ശരിക്കും. അപ്പം ഇത് ഒന്നീ നിയമപരമായിട്ട് ഇത് ചെയ്യണം. പിന്നെ ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നില്ലാത്ത കാര്യം ജനങ്ങൾ പ്രതികരിക്കാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ഞാനിപ്പം നാട്ടിൽ വന്ന് എനിക്ക് സെറ്റിലാണെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കുക, ഞാൻ നാട്ടിൽ വന്നാൽ ഞാൻ ജീവിക്കാൻ പറ്റും? എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആരെ വിശ്വസിക്കേണ്ടത്? എങ്ങനെ വിശ്വസിക്കുന്നത്? ആരാണ് കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്നത്? ആരാണ് ലഹരി അടിച്ചുകൊണ്ട് നടക്കുന്നത്? ഏതെങ്കിലും ഷോപ്പിംഗ് നടത്തുന്ന എനിക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ കേരളത്തെ കാണുന്നത്. എനിക്ക് വന്ന് തിരിച്ച് നാട്ടിൽ വന്നൊന്ന് സെറ്റിലാകാൻ പോലും ധൈര്യമില്ല. ഇപ്പോഴത്തെ ഒരു 52 വയസ്സായിപ്പോ നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പേടി അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിനെക്കൊണ്ടൊക്കെ ചെക്ക് ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലൊക്കെ താമസിക്കുന്നത്. പിന്നെ അതുപോലെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന വൃത്തികേടെന്ന് പറഞ്ഞ ഈ ഫേക്ക് ന്യൂസുകൾ ഇവിടെ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ നടന്നുള്ളത് ശരിയാണ്. പ്രൊട്ടക്ഷൻ നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ 24 ഞാൻ കണ്ടു ഇവിടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരെല്ലാം പുറത്താക്കുന്നു. അതായത് എന്തൊക്കെ വൃത്തികെട്ട ഇവരെന്തറിഞ്ഞോണ്ടിരിക്കും? ആർക്ക് വേണ്ടിയിരിക്കും? പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ട്. ഈ ഫേക്ക് ന്യൂസുകൾ കൊടുക്കുക. ഞങ്ങളൊക്കെ ഈ വെളിയിലുള്ള മലയാളികളൊക്കെ ഞങ്ങൾക്ക് വളരെ അപ്സെറ്റാണ്. ഞങ്ങൾക്ക് എങ്ങനെ ആണ് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലാണ്. ഞാനെപ്പോഴും പറയും, ഞാനിപ്പം ഇതിപ്പോ നിങ്ങൾ കൊടുക്കുമെന്ന് തരുന്നത് എന്നാലും ഞാൻ പറയും. എവിടെ ഞങ്ങളുടെയൊക്കെ അതുപോലെ പൈസയൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലോ. ഒരു പൊതു സമ്മേളനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും ഒരു വേദി വെച്ചിട്ട് 4 സൈഡിലും 10-16 ബോംബ് വെച്ചിട്ട് വേറും ഇമാരെല്ലാം കൂട്ടുകച്ചവടക്കാരാണ് എല്ലാവരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നാട് പോകുന്നത്. നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ആർക്കാ അവിടെ ഇത് ചെയ്യാൻ പറ്റുന്നു? ഏതൊരു സാധാരണക്കാരന് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റും? പോലീസിൽ ചെന്നാൽ നീതി കിട്ടത്തില്ല, റോഡിൽ ഇറങ്ങിയ നീതി കിട്ടത്തില്ല. എവിടെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കും അനുഭവം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഒരു മനുഷ്യരായിട്ട് അവിടെ ജീവിക്കുന്ന ആളല്ലേ. നിങ്ങൾക്ക് അങ്ങനെ പേടിയില്ലാതെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റും? അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളൊക്കെ. ഞാൻ 10-25 വർഷമായിട്ട് വെളിയിൽ താമസിക്കുന്ന ആളാണ്. ഇവിടെയൊന്നും എനിക്കൊന്നും ഒരു ഇതുപോലും നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. എങ്ങനെയാണ് എനിക്കറിയത്തില്ല നമ്മുടെ നാട് എങ്ങനെയാണെന്ന്. പക്ഷെ ഇത് കാണിക്കുന്നത് അതിനാണെങ്കിൽ സുനിലിനെ ഞാൻ എല്ലാ അഭിവാദങ്ങളും കഴിഞ്ഞിട്ട് ശക്തമായിട്ട് സുനില് ഇതിന് ആദ്യം തൊട്ട് തന്നെ നിൽക്കുന്നു. നല്ല ഒരു അതിന് തെളിവ് കൊണ്ടിരട്ടെ. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞില്ല തെളിവ്. അല്ലെങ്കിൽ സുനിലിനകത്ത് കേസ് കൊടുക്കണ്ടായിരുന്നു. വിൽഹൈസിനെതിരെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിൽഹൈസിന് എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ? അപ്പൊ അതിനകത്ത് സത്യമുണ്ടെന്നല്ലേ അതിനകത്ത് നമ്മൾ വിശ്വസിക്കുന്നത് ജനങ്ങളെന്നുള്ള രീതിയിൽ. പാലക്കാട് ജില്ലയിൽ നിന്ന് നെമ്മാറ ശശികുമാർ. എന്തായാലും സുനിൽ സാറിന് 100 അഭിനന്ദനങ്ങൾ. ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ ആ സമയം തൊട്ട് കൂടെ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്തത് അതിന് 100 കൂട്ടം അഭിനന്ദനങ്ങൾ. ഈ പാരട്ട നായി അങ്ങനെ തന്നെ പറയട്ടെ. VD സതീശൻ
അവൻ ഇന്നലെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, എന്തോ ഒരു പോലീസ് നിയമം പാലിക്കുന്ന നിയമപാലകരെ ഒരു സാധു മനുഷ്യനെ ഇടിച്ചിട്ട് കൊന്നിട്ട് പോയത്, തിരിഞ്ഞു നോക്കാതെ പോയത്, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇത് പറയാനോ? യൂത്ത് കോൺഗ്രസിന്റെ കുന്നംകുളത്തുണ്ടായ സംഭവത്തെ കുറിച്ച് ഒരു പ്രതിഷേധം ഉണ്ടാക്കാനോ ഈ നായിക്ക് ഇതിനൊന്നും പറ്റില്ല. കാരണം ഇയാൾ ഇങ്ങനെയുള്ള സീനൊന്നും കണ്ടിട്ടില്ല. ഈ രാഹുൽ പാർട്ടിക്ക് വേണ്ടി എത്രയോ അടികൊണ്ട് നടന്നിരിക്കുന്നത്. ഇതൊന്നും ഈ സതീശൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. എങ്ങനെയൊക്കെയോ അങ്ങനെ വെള്ളമുണ്ടും വെള്ളഷർട്ടിട്ട് കയറി കോൺഗ്രസിന്റെ പാരമ്പര്യത്തിന്റെ പേരും കൊണ്ട് കയറി മുകളിലേക്ക് വന്നതല്ലാതെ ഇവനൊന്നും അത്രയൊന്നും ബുദ്ധിമുട്ടിച്ച് പാർട്ടിക്ക് വേണ്ടി ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല. കഷ്ടപ്പെട്ടവനാണെങ്കിൽ അതൊന്നും മാറി നിൽക്കില്ല. ഞാൻ ജനിച്ച നാൾ ഓർമ്മ വെച്ചത് നാൾ തൊട്ട് അച്ഛനാണെങ്കിലും ഏട്ടന്മാരാണെങ്കിലും അവരോടൊപ്പം കോൺഗ്രസിന്റെ പതാകന്റെ കൂടെ നടന്ന വ്യക്തിയാണ്. ഈ രീതിയിൽ പോയിരുന്നെങ്കിൽ ഉറപ്പാണ് അടുത്തതിനും CPM തന്നെ ഭരിക്കും. അതിനുള്ള പോക്കാണ്. ഈ ഇതുപോലുള്ള കുറെ നാറികൾ അവർ തോൽക്കുകയും ചെയ്യും. അപ്പൊ സീറ്റിന്റെ എണ്ണം കുറയും. ഓട്ടോമാറ്റിക് CPM തന്നെ ജയിച്ചു പോകും. അതിനുള്ള വഴിയാണ് ഇവർ വെച്ചിട്ടിരിക്കുന്നത്. സുൽമാത്തി സാറേ, നമസ്കാരം. വലിയ 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 സന്തോഷം. താങ്കളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാഹുൽ സഭയിലെത്തി. ഇനിയിപ്പോൾ എന്ത് നടന്നാലും കുഴപ്പമില്ല. എന്ത് നടന്നാലും ഇന്ന് കേരളത്തിലെ മനുഷ്യർ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഗതി രാഹുൽ സഭയിലെത്തണം. കാരണം ഒരുത്തനെ ഒറ്റപ്പെടുത്തി ഞെരുക്കുന്നത് വളരെ 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 എല്ലാവരും പാപികളും തിന്മ ചെയ്യുന്നവരും തെറ്റ് ചെയ്യുന്നവരും ബലഹീനരുമായ സ്ഥിതിക്ക് ആ കൊച്ചനെ, ഭാവിയുള്ളൊരു കൊച്ചനെ, കോൺഗ്രസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു കൊച്ചനെ, നല്ല ക്വാളിറ്റിയുള്ള, അവനൊരു ഭരണകർത്താവാകാൻ ക്വാളിറ്റിയുള്ളവനാണ്, തൻ്റെടിയാണ് അവൻ. അങ്ങനെയുള്ള ഒരുത്തനെ ചവിട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തിന്മയല്ലേ? ഏറ്റവും വലിയ തിന്മ. ഈ നികൃഷ്ടനായവനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നു. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എനിക്കെല്ലാം തരുന്നതെല്ലാം ദൈവം. എനിക്ക് ദൈവം അല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ. ദൈവം വെളിപ്പെടുത്തി തന്നെ ഞാൻ പറയാം. ഈ രാഹുലിൻ്റെ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവനെ നേരത്തെ തന്നെ VD സതീശൻ ലക്ഷ്യം വെച്ചു. അതിൻ്റെ പുറകിൽ അൻവർ ഒരു ഭാഗമാകട്ടോ. അൻവർ ഇതിനകത്ത് വരാനായിട്ട് രാഹുൽ ആഗ്രഹിച്ചു. അതിന് മുമ്പ് തന്നെ ഇവൻ രാജിവെക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അൻവറും VD സതീശനും തമ്മിൽ ശത്രുക്കളായി. ഉടനെ അൻവറിൻ്റെ ഉദ്ദേശം ഈ പാർക്കിൻ്റെ എന്തോ പ്രശ്നത്തിലായി ഇവനുമായിട്ട്, ഇവൻ്റെ എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പിണറായി ഫേവറായിട്ടുള്ളൊരു നിലപാടെടുത്തില്ല. അതുകൊണ്ടാണ് അൻവർ അവനുമായിട്ട് തെറ്റിയത്, പിണറായിയുമായിട്ട് തെറ്റിയത്. പക്ഷേ അവൻ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അടുത്ത കോൺഗ്രസിൻ്റെ ആളായിട്ട് തിരിച്ചു കയറുക. ഇതിനകത്ത് തന്നെ അവൻ മാർക്സിസ്റ്റുകാരും കുറേ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ സ്വയം അവനുമായിട്ട് ഒരു ബന്ധമുള്ള, അറിയാമല്ലോ ഈ വർഗീയതയൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്ത്. പറഞ്ഞാൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിൻ്റെ കൂടെ ക്രിസ്ത്യൻസിൻ്റെയും കൂടെ കിട്ടും. രണ്ടാ കുഞ്ഞാലിക്കുട്ടി അവന് ഫേവറാണ്. കാരണം ഇവർക്ക് എല്ലാവരുടെയും കൂടെ ഇതോടുകൂടെ ഇവൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിൽ കൂടുതൽ വോട്ടും മേടിച്ച് തിരിച്ച് ഇതിനകത്ത് കയറാം എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഇതൊരു തലവേദനയാകും എന്ന് കണ്ട് VD സതീശൻ അതിനെ ഒഴിവാക്കാൻ നോക്കി. രാഹുൽ അത്ര മണ്ടനൊന്നുമല്ല. രാഹുൽ VD സതീശനുള്ള എന്നേക്കുമുള്ളൊരു മൂക്കേറായിക്കോട്ടെ ഇവൻ എന്ന് കണ്ടാണ് ഈ അൻവറിനെ ഇതിനകത്തോട്ട് അവൻ്റെ വകയായിട്ടൊരു ഒരു എന്തോ അതിന് പറയുന്നത് ഇൻവിറ്റേഷൻ കൊടുക്കാൻ ശ്രമിച്ചത്. അതോടുകൂടെ ഇവൻ ആ സമയത്ത് തന്നെ എടുത്തു തീരുമാനം, ഇനി ഇവനെ വെച്ചു വാഴിക്കരുതെന്ന്. എനിക്ക് ഇപ്പം സുനിൽ സാർ എത്രമാത്രം ദൈവവുമായിട്ട് അടുത്തൊരാളാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവവുമായി വലിയ ബന്ധമാണ്. അതുകൊണ്ട് ദൈവം എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഈ രാഹുലിൻ്റെ പ്രശ്നം തുടങ്ങിയപ്പോൾ എനിക്ക് പറയാൻ ആരുമില്ല. ഇവിടെ എൻ്റെ പിള്ളേരോട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞു, ഇവൻ 100 ഇരട്ടി കരുത്താർജിച്ച് തിരികെ വരും. കാരണം എനിക്കിങ്ങനെ മനസ്സിൽ ദൈവം തോന്നിക്കുന്ന ഇവൻ 100 ഇരട്ടി ശക്തി ആർജിച്ച് തിരികെ വരും. കാരണം ഈ കല്ലെറിയുന്നവരിൽ ഒരുത്തനെങ്കിലും പാപം ചെയ്യാത്തവനുണ്ടോ? ഇവൻ്റെ 10,000 ഇരട്ടി പാപം എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ രാഹുലിൻ്റെ നേരെ വിരലി കൊണ്ടുന്നത്. എനിക്ക് ഏറ്റവും ഒരു അത്ഭുതം തോന്നിയത് താങ്കളുടെ ആ വലിയ കഠിനാധ്വാനത്തിലൂടെ സ്ത്രീകൾ തന്നെ, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവനെ ഫേവർ ചെയ്ത് വരുന്ന ചെറിയ മെസ്സേജുകൾ. എന്താ അതിന് പറയുന്ന, എനിക്ക് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയ അറിവൊന്നുമില്ല. എന്നാലും ഈ ഇങ്ങനെ താങ്കളെയും രാഹുലിനെയും വളരെയധികം എൻകറേജ് ചെയ്തുകൊണ്ട് വരുന്ന മെസ്സേജുകൾ ഇങ്ങനെ വരുമല്ലോ, എഴുതി വരുമല്ലോ മുകളിലോട്ട്. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരുപാട് സ്ത്രീകളുമുണ്ട്. അവർ വളരെ നന്ദിയോടാണ് നിങ്ങളോടും രാഹുൽ വന്നതിനോ, രാഹുലിനെയൊക്കെ ആളുകൾ വളരെയധികം സ്നേഹിക്കുക. ഇത് രാഹുലുമായിട്ടുള്ള ബന്ധം 10,000 മടങ്ങാക്കിയെന്ന് തന്നെയല്ല,
നമ്മുടെ താങ്കൾ പറയുന്ന പോലെ കേക്കച്ചൻ്റെ കാര്യം കട്ടപ്പുകയാ, അവൻ്റെ കാര്യം കട്ടപ്പുകയായി. അവൻ ഇനി പിണറായി അല്ല, ഇനി അവൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മാർക്സിസ്റ്റ് പാർട്ടിയിലോട്ട് പോയി ചേരുക. പക്ഷെ അവരടുപ്പിക്കുമോ? അത് പുള്ളിയുടെ ജീവിതം കളഞ്ഞു. ഇതിനകത്തെ മെയിൻ ഒരു കാരണമായി എനിക്ക് ഞാൻ ദൈവം കാണിച്ചെന്നേ പറയത്തുള്ളൂ. എനിക്ക് ദൈവം അവരെന്ന് പറഞ്ഞു ഈ രാഹുലിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ മോളോട് ഞാൻ കൂടുതൽ ഇത്തിരി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇവൻ 100 ഇരട്ടി ശക്തി ആർജിച്ച് വരും എന്നല്ല, ഈ വലിയ പ്രശ്നം വന്ന് അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അവൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഡിസപ്പോയിൻമെൻ്റ് ആയത് അവൻ്റെ അമ്മ വിഷമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അവൻ വളരെ തളർന്നു പോയി. അവൻ്റെ അമ്മ വിഷമിക്കുന്നില്ല, അവൻ തൻ്റെ അല്ലാഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ 1ാം ക്ലാസ് തൻ്റെ അവൻ ഒന്നിനെയും ഭയക്കാത്തവനാ. പക്ഷെ അവൻ്റെ അമ്മ വിഷമിക്കുന്ന കാര്യത്തിൽ അവൻ തളർന്നു പോയി. പക്ഷേ താങ്കൾ അവനെ ഒരുപാട് ശക്തീകരിച്ചു. ഷാഫി സപ്പോർട്ട് ചെയ്ത്, ഷാഫിയൊക്കെ ഇറങ്ങിത്തിരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഈ എന്തോ അതിന് പറയുന്നത്, ഈ വസൂരിയെ, ഈ കുഷ്ഠത്തെ എടുത്ത് കളഞ്ഞ് കാരണം ഈ പിണറായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ കളിക്കുന്ന അതേ കളിയാണ് ഇവനിവിടെ കോൺഗ്രസ്സിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ കൂടെ മേളിൽ വരാൻ സാധ്യതയുള്ളതിനെയൊക്കെ വെട്ടി നിരത്തി അധികാരം പിടിച്ചെടുക്കുക. പക്ഷേ ഇതെല്ലാവർക്കും ഇപ്പം മനസ്സിലായതുകൊണ്ടും ഇവനും ഒരു മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് റെഡിങ് വെച്ച് വരച്ച വരകളുള്ളത് കൊണ്ടും അവൻ്റെ കളികൾ പൊളിഞ്ഞുപോയി എന്ന് തന്നെയല്ല. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറയുകയാണ്. ഇവൻ ഒരുപാട് ക്രിസ്ത്യൻ ആളുകളെ പ്രീതിപ്പെടുത്താനായിട്ട് ബൈബിൾ വചനങ്ങൾ വോട്ട് ചെയ്തുള്ള തട്ടും. അത് മുഴുവൻ ആരാണ്ട് എഴുതി കൊടുത്ത ഏതാനും ചില കാര്യങ്ങൾ കാണാപ്പാഠം പിടിച്ച് ജസ്റ്റ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. അത്രയും ആളുകൾ മണ്ടന്മാരെന്നെ വിശ്വസിച്ചോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. മണ്ടന്മാരാണെങ്കിൽ എന്നെ വിശ്വസിച്ചോട്ടെ. ഇവൻ ഈ ക്രിസ്ത്യനുമായിട്ടും യേശുവുമായിട്ടും ബന്ധമുള്ളവനാണെങ്കിൽ ഒരിക്കലും ആ പയ്യൻ്റെ നേരെ വിരലി കൊണ്ടുകയില്ല. അവനെ തിരുത്താം, ഒരു സഹോദരനോട് പറയുന്ന പോലെ തിരുത്താം. പക്ഷെ അവൻ്റെ ഈ വീക്ക്നെസ് ഉണ്ട്, ഇതേതെങ്കിലും സമയത്തെടുത്ത് പ്രയോഗിക്കാനുള്ളൊരു വടിയാക്കി വെച്ചോണ്ട് ആ സാഹചര്യം വന്നപ്പോൾ എടുത്ത് അടിച്ചൊതുക്കുക, കഴിവുള്ളവനെ നശിപ്പിച്ച് കളയുക. പക്ഷേ താങ്കളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്കളുടെ കുടുംബത്തെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനവധി ആളുകൾ ഈ കേരളത്തിലുണ്ട്. താങ്കളെ വളരെയധികം ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമുണ്ട്. കാരണം സത്യത്തിനെതിരെ പടവാൾ ഉയർത്താൻ ശക്തനായ മനുഷ്യൻ, ഉള്ളത് മനസ്സിലുള്ള വിളിച്ചു പറയുന്നൊരു മനുഷ്യൻ. അത് സഭയോടാന്നേലും മെത്രാന്മാർക്കെതിരാന്നേലും അച്ഛന്മാർക്കെതിരാന്നേലും സ്ഥാപനങ്ങൾക്കെതിരാന്നേലും നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ വിളിച്ചു പറയുന്ന ആ ഒരാളെന്നുള്ള രീതിയിൽ അതിൽ കൂടുതൽ എല്ലാവരും ആ പാവം പിടിച്ച കൊച്ചനെ, അവൻ ബലഹീനതയുള്ളവനായിരിക്കും, കൊച്ചു പയ്യനല്ലേ അവൻ ബലഹീനതയുള്ളവനെ. ആർക്കാ ബലഹീനതയില്ലാത്ത? ഇത് പറയുന്ന ഞാൻ അവൻ്റെ 10,000 ഇരട്ടി ബലഹീനതയുള്ളവനാണ്. ഇപ്പം എനിക്ക് ഈ വർഗത്തിനെ കാണുന്ന വെറുപ്പായതുകൊണ്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് അടുത്തോട്ട് വരുമ്പോൾ ചവിട്ടാനാണ് തോന്നുന്നത് ഇവറ്റകളെ. താങ്കൾ പറഞ്ഞു തരണമുണ്ടല്ലോ പല കാര്യങ്ങൾ കാണിച്ച് ഇവർ മനുഷ്യരെ അട്രാക്റ്റ് ചെയ്യുമെന്ന്. എനിക്കും അവരെക്കുറിച്ചൊക്കെ അത്രേ പറയാനുള്ളൂ. വൃത്തികെട്ടങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ ദൂരെ ആട്ടി ഓടിക്കും പാർട്ടികളെ. ഇവരെന്നോടൊരു ബസ്സിൻ്റെ സമയം ചോദിക്കുന്നവരെ എനിക്ക് വെറുപ്പായിപ്പം, അത്രമാത്രം വെറുത്തു. കാരണം വക്രത നിറഞ്ഞ ജന്തുക്കൾ കാണുമ്പോൾ തന്നെ. ഇനിയും അടുത്തൊരു യുദ്ധത്തെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തരിക. ഇനി സ്ത്രീ പുരുഷ യുദ്ധം വരും തീർച്ചയായിട്ടും. മനുഷ്യൻ തട്ടിക്കളയും. ഇപ്പം അപ്പോഴേ കൊന്നും ദൂരെ എറിയുക. അത്രമാത്രം വെറുത്തു ഈ വർഗത്തെ. കാരണം ഇവർ വിഡ്ഢികളാണ്. ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ അമ്പര വിഡ്ഢികളാണ്. ഈ വിഡ്ഢികൾക്ക് ഇപ്പം പേപ്പട്ടി അഴിച്ചു വിട്ടേക്കുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജുഡീഷ്യറിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സഭയും സമൂഹവും കുറേ നപുസകങ്ങളായ ആണുങ്ങളും ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായപ്പോൾ അവരെന്താ ചെയ്യുക? കഴിഞ്ഞൊരു ദിവസം ഒരു മനുഷ്യൻ ഒരു മീഡിയയിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഇവർക്ക് സംവരണ സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇവർ ഒറ്റൊരാൾ സംവരണ സീറ്റിലിരിക്കുകയല്ല, ഇവർ ജനറൽ സീറ്റിൽ ഓരോരുത്തരായി വന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആണുങ്ങൾക്കെതിരെ അവർ കംപ്ലൈൻറ്റ് പറയുന്നത് എന്തിനാ? അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. 3 പേരിരിക്കുന്ന സീറ്റിലാണെങ്കിലും 2 പേരിരിക്കുന്ന സീറ്റിലാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ദുഷ്ടത എവിടെ വർദ്ധിക്കുന്നോ അവിടെ തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നേപ്പാളിൽ നടന്ന പോലെ ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യനാണ് മനസ്സിലാക്കും, ആ മനുഷ്യൻ സംഘടിക്കും, നശിപ്പിച്ച് കളയും. ഇവറ്റകളെ നശിപ്പിക്കുന്ന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. എന്തു തന്നെയായാലും ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് നല്ലവരുണ്ട്. ഈ നല്ലവർ മുഴുവൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു. താങ്കളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. രാഹുൽ ഇന്ന് സഭയിൽ വരുമെന്ന് ഞാനിത് എൻ്റെ മൂത്തിരുന്ന സമയത്ത് തന്നെ എൻ്റെ പിള്ളേരുടെയും രാഹുൽ എന്തായാലും സഭയിൽ വരും. കാരണം ദൈവം ആ കറേജ് കൊടുക്കുന്നത്.
ആ കറേജ് അവന് കൊടുക്കും. അവൻ വരും. അവൻ തീർച്ചയായിട്ടും നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്. പിന്നെ അവനെ കറക്റ്റ് ചെയ്യാൻ, താങ്കൾക്കൊരു സ്വാധീനിക്കാനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പറയണം. തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് പോകരുത്. തെറ്റൊക്കെ സംഭവിക്കാം, പക്ഷേ അത് കുളിച്ച് കയറിക്കോണം. പിന്നിനി ഈ വർഗത്തിൻ്റെ നേരെ നോക്കിയേക്കരുത്. ഒക്കുമെങ്കിൽ കല്യാണം പോലും കഴിക്കരുത്. കാരണം ഈ വൃത്തികെട്ട ജന്തുക്കളെ അടുപ്പിക്കരുത്. അവർ നമുക്ക് ആവശ്യമില്ല. നല്ലൊരുത്തിനെ കുക്കായിട്ട് വെച്ചാൽ മതി. ഉള്ള സമയം അവൻ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയേക്കുന്നവനാണ്. ജനങ്ങളെ സേവിക്കുക, ജീവിതം ഒരു എന്തോ എന്ന് പറയുന്നു, ഒരു വലിയ ഇതാക്കി മാറ്റുക, ഒരു അനുഗ്രഹമാക്കി മാറ്റുക. ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. രാഹുൽ വന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും താങ്കൾക്ക് തന്നെ. എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കേരളത്തിലുള്ള മനുഷ്യർ അറ്റ്ലീസ്റ്റ് കുറേ നാളെങ്കിലും ഓർത്തിരിക്കും സുനിൽ മാത്യു, i2i ന്യൂസ്. അവർ ഓർത്തിരിക്കും. കാരണം വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ സാധിക്കുന്നത്. രാഹുൽ എന്ന് പറഞ്ഞവനെ 4 സൈഡിൽ നിന്ന് ചവിട്ടിയപ്പോൾ, ഷാഫി ചവിട്ടിയില്ല കേട്ടോ, കുറേ എരപ്പാളികൾ, കിളവന്മാർ, പരട്ടകൾ ചവിട്ടിയപ്പോൾ നിങ്ങളവനെ പൊക്കിയെടുത്തതിൽ ദൈവം നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.